അപകടമുണ്ട്, ഇനി പൊട്ടാണ്ട് സംഗതി. ഒരു ഭാഗം പൊട്ടി വന്നിട്ടുള്ളൂ. ഈ താൽക്കാലിക പാലം കാണുന്ന ഭാഗത്തായിരുന്നു പുഞ്ചിരിമട്ടത്ത് പഴയ പാലം ഉണ്ടായിരുന്നത്. ജൂലൈ 29 ഉച്ചയ്ക്ക് ശേഷം ആ പാലത്തിന് മുകളിൽ നിന്നാണ് രാമസ്വാമി തൻ്റെ ആശങ്കകൾ പങ്കുവച്ചത്. പക്ഷേ അന്ന് രാത്രിയുണ്ടായ ഉരുൾപൊട്ടലിൽ ആ പാലമില്ലാതായി. രാമസ്വാമി ഇപ്പോഴും കാണാതായവരുടെ പട്ടികയിലെ 1-ാം നമ്പറുകാരനാണ്. ജൂലൈ 29 അർദ്ധരാത്രിയോടെ പുഞ്ചിരിമട്ടത്തിന് മുകളിൽ നിന്നായിരുന്നു ആദ്യത്തെ ഉരുൾപൊട്ടൽ. ആർത്തലച്ചു വന്ന ഉരുളിന്റെ ശക്തിയിൽ മീറ്ററുകൾ താഴെയുള്ള സീതമ്മക്കുണ്ടിൽ നിന്ന് അടിച്ചു കയറി വന്നതാണ് ഈ കൂറ്റൻ പാറക്കല്ല. മുണ്ടക്കൈ മസ്ജിദിന് മുകളിൽ ഇപ്പോഴും ഈ പാറക്കല്ല് അങ്ങനെ തന്നെയുണ്ട്. ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന പാറക്കല്ലുകളും തടികളും ചെളിയും മുണ്ടക്കൈക്ക് സമീപം ഒരു ഡാമായി രൂപപ്പെട്ടു എന്നാണ് പിന്നീട് വിദഗ്ധർ കണ്ടെത്തിയത്. അവിടെ നിന്നായിരുന്നു രണ്ടാമത്തെ പൊട്ടൽ. സംഹാര രൂപം പൂണ്ട പുന്നപ്പുഴ താഴെ ചൂരൽമലയെ വിഴുങ്ങി. പുന്നപ്പുഴ ചെന്നു ചേരുന്ന ചാലിയാർ മൃതദേഹവാഹിനിയായി. 80 പേരുടെ മൃതദേഹങ്ങളും നിരവധി പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളുമാണ് ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ 298 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. അതിൽ 254 പേരുടെയും മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്തി. 44 പേർ ഇപ്പോഴും കാണാമറയത്താണ്. അവർ മരിച്ചതായി കണക്കാക്കി സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു.